കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. അതായത് 1-ാം ക്ലാസ്സുകളിൽ ഇന്ന് പല സ്കൂളുകളിലും എൻട്രൻസ് പരീക്ഷ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കാൻ വേണ്ടി എൻട്രൻസ് പരീക്ഷ, അതും പിഞ്ചു കുട്ടികളുടെ അടുത്ത്. അതൊരു അനീതിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. പണ്ട് നമ്മൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് +2ന് മുമ്പ് തന്നെ ഒരു 10 അല്ലെങ്കിൽ 8 തൊട്ടുള്ള കുട്ടികൾക്ക് ഈ നീറ്റ് അല്ലെങ്കിൽ എൻട്രൻസിന് വേണ്ടി പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ കൊടുക്കാം. ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ. അത് ആ ഒരു ട്രെൻഡ് ആയിരുന്നു. നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു തരും, എനിക്ക് എഞ്ചിനീയർ ആവണോ അല്ലെങ്കിൽ ഡോക്ടർ ആവണോ. അതിനുശേഷം പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പല തൊഴിലവസരങ്ങളും ഇവിടെ ഉണ്ട് എന്ന് വരെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഈ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ പല കുട്ടികൾക്കും ഈ സ്ട്രെസ്സുകളൊക്കെ താങ്ങാതെ ആത്മഹത്യ ചെയ്യപ്പെട്ട സംഭവങ്ങളും ഉണ്ട്. സിനിമകളിൽ പോലും അത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത്തരം സിനിമകളിലൂടെ തന്നെ അത് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ബാല്യമാണ്, ആ ഒരു സമയത്ത് അവരുടെ ആഗ്രഹം ആ ബാല്യം ആസ്വദിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്രത്തോളം പഠനം അല്ലെങ്കിൽ ഇത്രത്തോളം സബ്ജക്റ്റ് എടുത്ത് തലയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഷൻ, ചെറുപ്രായത്തിൽ ഇത്ര ടെൻഷനുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി ആ ഒരു ബാല്യം നശിപ്പിച്ചു കളയുന്ന ഒരു രീതിയാണ് ഇത്തരം എൻട്രൻസ്. അല്ലെ, ഇന്നത്തെ കാലത്ത് ഈ സ്കൂളുകളെല്ലാം പൈസയ്ക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പല സ്കൂളുകളിലും ഈ വിദ്യാർത്ഥികൾ ചേരണമെങ്കിൽ വലിയ വലിയ തുകകളാണ് സ്കൂളുകൾ ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, PTA ഫണ്ട് എന്ന രീതിയിൽ എത്രത്തോളം രൂപയാണ് പല സ്കൂളുകളിലും പിരിക്കുന്നത്. വലിയൊരു പിരിവ് തന്നെയാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. അതായത് 1-ാം ക്ലാസ്സിൽ ഒരു കുട്ടി ചേരണമെങ്കിൽ ഡൊണേഷൻ ആയിട്ട് ഒരു വലിയ തുകയാണ് കൊടുക്കേണ്ടി വരുന്നത്. അതും എൻട്രൻസ് എഴുതി കിട്ടുന്ന കുട്ടികൾക്കാണ് ഇത്ര തുക വെച്ച് കൊടുക്കേണ്ടി വരുന്നത്. കാശുള്ളതിന്റെ മക്കൾ മാത്രം സ്കൂളുകളിൽ പഠിച്ചാൽ മതി എന്നുള്ള ചില ബൂർഷാ സ്വഭാവങ്ങളുള്ള സ്കൂളുകൾ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പല സ്കൂളുകളിലും PTA കടന്നുകയറ്റം വളരെ വലിയ തോതിലുണ്ട്. അതായത് ആ PTA പ്രസിഡന്റൊക്കെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ സാറുമാരുടെ കൂട്ടാണ്. കുട്ടികളെ വിളിച്ചിർത്തി ശാസിക്കുന്നു, വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റുന്നു. ഇവരുടെയൊക്കെ വിചാരം ഇവര് സ്കൂളിലെ PTA പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഇവര് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയി എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഒരു അധ്യാപകർ കുട്ടിയെ വഴക്ക് പറയുകയാണെങ്കിൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ നിരന്തരം കാണുന്ന ആൾക്കാരാണ്. അല്ല, വിദ്യാഭ്യാസ വകുപ്പ് പലപ്പോഴും പറയുന്നുണ്ടെന്ന്, സ്കൂളിൽ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നേഹത്തോടെ വേണം വഴക്ക് പറയാൻ. അത് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കാവുന്ന ഈ തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള ഓരോ കാര്യങ്ങളും കുട്ടികളിൽ ട്രോമകൾ ഉണ്ടാക്കാം. ഇന്നും പല അധ്യാപകരെയും ചീത്ത വിളിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട്. അതായത് സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ പഠന കാലം കഴിഞ്ഞിട്ടും ഓരോ അധ്യാപകരെയും പേരെടുത്ത് പറഞ്ഞ് ഇന്നും ഓർക്കുന്നു. അതായത് 40 വർഷം 50 വർഷവും കഴിഞ്ഞിട്ട് അധ്യാപകരെ ഓർക്കുന്നുണ്ടെങ്കിൽ ആ അധ്യാപകർ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ട്രോമ എന്തുമാത്രം ഉണ്ടായിരിക്കും. ചെറുതിലെ തൊട്ട് ഉള്ള ട്രോമകളാണ്. കാരണം ചെറുതിലെ തൊട്ട് നമ്മളൊരു ക്ലാസ്സിലാണ് എങ്കിൽ, നമ്മൾ അല്പം പഠിക്കാൻ പുറകോട്ടാണ് എങ്കിൽ ഇത്തരം കമ്പാരിസണുകൾ വരുന്നുണ്ട്. കാരണം ആ കുട്ടി ഇത്രയും പഠിച്ചില്ലേ, ബാക്കിയുള്ളവർ പഠിക്കുന്നുണ്ട്, ഇതെന്തോ ഒന്നും പഠിക്കാത്തത്. കാരണം പലർക്കും പല രീതിയിലുള്ള ടാലന്റുകൾ ആയിരിക്കും ഉള്ളത്. ചിലപ്പോൾ ആ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ടാലന്റുകൾ ഉണ്ടാവാം. സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീനെ കറക്റ്റ് ആയിട്ടുള്ള ടാലന്റ് കണ്ടെത്തി അവരെ ആ ഒരു നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും പഠിച്ച് ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ കളക്ടർ ആവാനോ ആയിരിക്കില്ല ആഗ്രഹം. അവരുടെ ഉള്ളിലുള്ള പാഷൻസിനെ കണ്ടെത്തി മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക, അവരുടെ പ്രൊഫഷന് വഴിതെളിക്കുക എന്നുള്ളതാണ് നമ്മുടെ അധ്യാപകരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയേണ്ടത്. അല്ലാണ്ട് അവരെ അടിച്ചിരുത്തി പഠിപ്പിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതെല്ലാം പഠിച്ചിരിക്കണം, ആ ഒരു രീതി, അതിന്റെ ഒരു അടിസ്ഥാനമാണ് ഇത്ര എൻട്രൻസുകൾ. കാരണം ഈ എൻട്രൻസ് കഴിയുന്ന അത്രയും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം 1-ാം ക്ലാസ്സിലേക്ക് വന്നാൽ മതി. അപ്പൊ ആ എൻട്രൻസ് തോറ്റു പോകുന്ന കുട്ടികൾ എന്തായിരിക്കും ചെയ്യുക? അല്ല, അത് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു വിവേചനമുണ്ട്. ഞാൻ മോശമാണ് എന്നൊരു ചിന്ത പല കുട്ടികളുടെ ഇടയിലുണ്ട്. ഇപ്പം 3-4 കുട്ടികൾ എൻട്രൻസ് എഴുതി, അത് 1-2 പേർക്ക് കിട്ടിയില്ല. അപ്പൊ അവർ എന്ത് വിചാരിക്കും? 1-ാം ക്ലാസ്സിലാണ് ഈ സംഭവം നടക്കുന്നത്. 1-ാം ക്ലാസ്സിൽ എനിക്ക് എൻട്രൻസ് എഴുതി കിട്ടിയില്ല, ഞാൻ അത്രത്തോളം മോശമാണ് എന്നൊരു പൊതുബോധം. അല്ലെങ്കിൽ വീട്ടുകാരാണെങ്കിലും വഴക്ക് പറയും, നിനക്ക് എന്താ പഠിച്ചാല്, നീ പഠിക്കാത്തോണ്ടല്ലേ നിനക്ക് എൻട്രൻസ് കിട്ടാതെ, നിനക്ക് ആ സ്കൂളിൽ ചേരാൻ പറ്റാത്ത എന്ന് പറഞ്ഞ് ചിലപ്പോൾ കുട്ടികളെ അവർ വഴക്ക് പറഞ്ഞേക്കാം. ആ വഴക്ക് പറയുമ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ബുദ്ധിയില്ല, ഞാൻ മണ്ടനാണ്, ഒരുപാട് അമ്മമാര് പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികളെ. ഇവൻ വെറും മണ്ടനാ, ഇവൻ പൊട്ടനാ, കുട്ടികളെ പറയുന്നതാണ്. സ്വന്തം കുട്ടികളെ തന്നെ പഠിക്കാൻ കുറച്ച് മോശമാണ് അല്ലെങ്കിൽ കുറച്ച് കുസൃതി കൂടുതലാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ക്യൂരിയോസിറ്റി ഭയങ്കരമാണ്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഈ കുത്തിയിരുന്ന് പഠിക്കാനുള്ളൊരു
മനസ്സൊന്നും അവർക്ക് കാണത്തില്ല. അവർക്ക് ഒരു ചിത്രശലഭത്തെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ കാണും, മറ്റൊന്നിനെ കണ്ടാൽ അതിന്റെ പുറകെ പോകും. അവർക്ക് അത്രയും ക്യൂരിയോസിറ്റിയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന ക്യൂരിയോസിറ്റിയാണ് ഇവർക്കുള്ളത്. കാരണം നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജുകളാണ്. നമുക്കൊരു 10 വരെ പല കുട്ടികളും പല ആഗ്രഹങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ ആ ആഗ്രഹങ്ങളിൽ നിന്ന് ഒരു +2 ശേഷമായിരിക്കും പിന്നീട് കുട്ടികൾ ചിന്തിക്കുന്നത്. +2 വരെ, +1 +2 വരെ പലപ്പോഴും സബ്ജക്റ്റുകൾ എടുക്കുന്നത് തന്നെ ഇതിന്റെ ബേസിസിലായിരിക്കും. ഒന്നെങ്കിൽ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്ന കുട്ടികളെ പലപ്പോഴും കൊമേഴ്സ് എടുക്കുന്നവര് ബുദ്ധി കുറവുള്ള കുട്ടികളാണ് കൊമേഴ്സ് എടുക്കുന്നത് എന്നൊരു ചിന്താഗതി നമുക്ക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല. അതായത് സയൻസും കൊമേഴ്സും എടുക്കുന്ന കുട്ടികളാണ് മിടുക്കരായിട്ടുള്ള കുട്ടികൾ. ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾ മാർക്ക് കുറഞ്ഞുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എന്റെ ആ ഒരു സ്കൂൾ ആ ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നു. കൊമേഴ്സ് എടുക്കുന്നവർ അല്പം മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് കൊമേഴ്സ് എടുക്കുന്നത്. എന്തുകൊണ്ട് സയൻസ് എടുത്തില്ല എന്നായിരിക്കും കൊമേഴ്സ് എടുത്ത കുട്ടികളോട് ചോദിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികളോട് പിന്നെ നോക്കുകയില്ലേ, ഹ്യൂമാനിറ്റീസ് ആണോ എന്നപ്പോൾ മിണ്ടുക വേണ്ട, ആ ഒരു രീതിയായിരിക്കും പിന്നീട് സ്വീകരിക്കും. പക്ഷെ ഇതിനകത്തല്ലേ ഏറ്റവും കൂടുതലും പഠിക്കാൻ പാടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. കാരണം നമുക്കറിയാം ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്നത് ചരിത്രവും മറ്റ് അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഒക്കെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ബുദ്ധിമുട്ടായിരിക്കും അത് പഠിക്കാൻ തന്നെ. കാരണം ഓരോ വർഷവും കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കേണ്ട ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നു സയൻസിനെ സംബന്ധിച്ച് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കുമ്പോഴാണെങ്കിലും നമുക്ക് അതിൽ തിയറികളുണ്ട്. ചിലപ്പോൾ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇഷ്ടപ്പെട്ട് പഠിക്കേണ്ടതല്ലേ എല്ലാം. കാരണം ചിലർക്ക് ചരിത്രം പഠിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ ആ ഒരു പഠിക്കാൻ ഇഷ്ടത്തെ പിടിച്ചിട്ട് സയൻസ് കൊണ്ടെടുത്ത് കഴിഞ്ഞിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തലയിലേക്ക് ഒന്നും കയറാത്ത സമയത്ത് അടുത്ത ബാക്കിയുള്ളവരെല്ലാം അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനൊക്കെ അത് ഫെയിൽ ആവുമ്പോൾ അത് വളരെ ഡിപ്രസ്ഡ് ആയി പോകും. ഒരു +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ പാഷൻ കണ്ടെത്താൻ തന്നെ അതിന് ബുദ്ധിമുട്ടായി പോകും. കാരണം +2 ശേഷം വളരെ മാർക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. 10 ശേഷം 10 നല്ല മാർക്ക് ഉണ്ടായിരുന്നു, +2 ശേഷം മാർക്ക് കുറഞ്ഞു പോയി. എന്നിട്ട് ആ കുട്ടീനെ കുറ്റപ്പെടുത്തും. പക്ഷെ അവർ ആലോചിക്കുന്നില്ല, ചിലപ്പോൾ ആ കുട്ടിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട് അത് തന്നെ ആയിരുന്നു എടുത്തതെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനൊരു ചിലപ്പോൾ ഓപ്ഷൻസ് പോലും പലരും കൊടുത്തിട്ടുണ്ടായില്ല. എത്ര മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് തന്നെ ഏത് വേണോന്ന് ചോദിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും, ചോദിക്കുന്നവരുണ്ടാവും. ഇപ്പൊ പിന്നെയും ആൾക്കാർ മാറി മാറി വരുന്നുണ്ട്. കുട്ടികളുടെ പാഷൻ അനുസരിച്ച് ചെറുതിലേ മുതൽ ആ ഒരു പാഷനെ കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാരും ഈ ഒരു ചിന്താഗതിയിൽ അല്ലെങ്കിൽ സയൻസ് പഠിക്കണം അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്, ഈ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നതെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ലെ കുട്ടികൾക്ക് എന്തറിയാം ഇപ്പഴേ എൻട്രൻസ് പഠിക്കണം. എൻട്രൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് അവിടെ വരെ പോകാം. പക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിച്ചു, 1ാം ക്ലാസ്സിൽ എൻട്രൻസ് പരീക്ഷ 1ാം ക്ലാസ്സിലാണ്. ആ കുട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ട്രോമ എന്ത് മാത്രമായിരിക്കും. വി ശിവൻകുട്ടി പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ പ്രസ്താവന 100% കറക്റ്റാണ്. കാരണം അതൊരു ബാലപീഡനം തന്നെയാണ്. കുട്ടികൾ ഉണ്ടാക്കാൻ പോകുന്ന ട്രോമ വളരെ വലുത് തന്നെയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ എൻട്രൻസ് എഴുതി സ്കൂളിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് ബോർഡ് എക്സാം ഒന്നും അല്ലല്ലോ, അതായത് മത്സര പരീക്ഷ, ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷ ഒന്നും അല്ലല്ലോ. 1ാം ക്ലാസ്സിലേക്കാണ് അവൻ ബാലപാഠങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അവന് ABCDയും ആയും ഒക്കെ പഠിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇത് പഠിക്കാൻ വേണ്ടി തന്നെ, അതായത് പ്രീ പ്രൈമറി ഉണ്ടല്ലോ, ആ പ്രീ പ്രൈമറിയില് ഇവർ ABCD ഒക്കെ പഠിച്ചു വന്നിട്ടുള്ള അങ്ങനെ അതിഭീകരമായിട്ട് എല്ലാം പെട്ടെന്ന് പഠിക്കുന്ന കുട്ടികളെയാണ് 1ാം ക്ലാസ്സിലേക്ക് എടുക്കുന്നത് എന്നുള്ള ഒരു പൊതുബോധം ഇങ്ങനെയുള്ള സ്കൂളുകൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ യുകെജിന് ശേഷം 1ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ UKG വരെ കൂടി ഇരുന്ന തന്നെ സുഹൃത്ത് ഈ എൻട്രൻസ് പരീക്ഷ ജയിക്കുകയാണ്. തനിക്കത് കിട്ടുന്നില്ല. കാരണം കുട്ടികളുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കളിച്ച് ചിരിച്ച് കുട്ടികൾക്ക് കുഞ്ഞു മനസ്സാണ് അവരുടെ ഇത്. സ്കൂളിൽ പോകുന്നത് തന്നെ ഈ ഒരു സൗഹൃദങ്ങൾക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചു നേരം അവരോട് കളിച്ച് ചിരിച്ച് കളികളായിരിക്കും മെയിനായിട്ട്. ഏതൊരു കുട്ടി എനിക്ക് നാളെ പോയി പരീക്ഷ എഴുതണമെന്ന് വെച്ചിട്ടല്ല പോകുന്നത്, ഇത്ര സൗഹൃദങ്ങളായിരിക്കും ആ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ ഇത്ര മനോഹരമായ ബാല്യം വീണ്ടും ഈ പഠനത്തിന്റെ പേരില് തളച്ചിടപ്പെടുന്നത് ശരിയല്ല. കാരണം അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആണ് ഈ ബാല്യം എന്ന് പറയുന്നത്. അതിനെ വളരെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അതിന്റെ കുട്ടിക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ചിത്രം വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ആ ഒരു രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ ഇത്തരം എൻട്രൻസ്, ശിവൻകുട്ടി പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ, പഠനം ഒരിക്കലും കച്ചവടമാക്കി മാറ്റരുത്. അല്ലാതെ അവരുടെ രീതിയിൽ അവരുടെ ബാല്യം ആസ്വദിക്കാൻ തന്നെ ട്രോമകൾ നൽകാതിരിക്കുക. ട്രോമകൾ ഇല്ലാത്ത ഒരു ബാല്യം തന്നെ നമുക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് ബാല്യത്തിൽ അവർക്ക് നമുക്ക് നൽകാൻ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്.